ഇവിടെ പ്രേക്ഷകർ നമുക്കിനി നേരെ തൃശൂർ പൂരാവേശത്തിലേക്ക് പോകണം. പൂരാവേശത്തിൽ തൃശൂർ പൂരവിളംബരം ഉടൻ നടക്കും. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടെ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ദീപക് മലയമ്മയുണ്ട്. ദീപക്, ആ കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അരുൺകുമാർ ഇപ്പോൾ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ വീഥികളിലൂടെ നടന്ന് തെക്കേ ഗോപുര നടയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ ആർപ്പുവിളി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും മാറുകയാണ്. കാരണം അത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ആളുകളെ അവിടെ മാറ്റേണ്ടതുണ്ട്. കാരണം ആനയ്ക്കൊക്കെ കടന്നു വരേണ്ടതാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് പൂരപ്രേമികളെ സംബന്ധിച്ച്, പൂരാസ്വാദകരെ സംബന്ധിച്ച് അത്ര കണ്ട് വലിയ ആവേശത്തിൻ്റെതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ കമ്മീഷണർ കൂടി ഉണ്ട്. എളക്കോ സാറേ, ഞാൻ പണ്ട് കണ്ണൂർ ഇരിക്കുന്ന സമയത്ത് അങ്ങയുടെ കൂടെ ഫുട്ബോൾ കളിച്ചു, മഡ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വേറൊരു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ഫീൽ? ഇത് നല്ല എക്സ്പീരിയൻസ് ആവണം. അല്ലാതെ നമുക്ക് യൂഷ്വലായിട്ട് കാണുന്ന ആണെങ്കിലാണ്, പക്ഷേ പൂരത്തിൻ്റെ വികാരം കുറച്ചും കൂടി എക്സ്ട്രാ വൈബല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധയോട് എല്ലാ കാണികൾക്കും ഒരു സുഖകരമായിട്ട് സുരക്ഷിതമായിട്ട് ഉള്ള ഒരു ഓർക്കിങ്ങാണ് ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സാമ്പിൾ എടുക്കിയിട്ട് നല്ല രീതിയിൽ പോയി. ഇന്നും നാളെയും മറ്റന്നാളും നല്ല രീതിയിൽ പോകുന്ന പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഹാപ്പി പൂരം. ഹാപ്പി പൂരം. അരുൺകുമാർ, ഈ പറഞ്ഞതുപോലെയാണ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ പൂരം ഗംഭീരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നെയ്തലക്കാവിലമ്മ ഇവിടേക്ക് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തി അവിടെ നിലപാട് തറയിൽ ശംഖ് വിളിച്ച് പൂര വിളംബരം അറിയിക്കുന്നതോടുകൂടി പിന്നീട് അങ്ങോട്ട് ആ പൂരത്തിൻ്റെ പൂർണ്ണമായ ഒരു ശോഭയിലേക്ക് തൃശ്ശൂർ കടക്കുമെന്നുള്ളതാണ്. തേക്കിൻകാട് മൈതാനി കടക്കുമെന്നുള്ളതാണ്. നമുക്ക് മുൻനിരയിൽ തന്നെ മന്ത്രിമാരൊക്കെ കാണാം. ഒപ്പം തന്നെ കളക്ടർ, MLA മാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. അവർ മുൻനിരയിൽ നിന്ന് നയിക്കുന്നു. തൊട്ടുപിറകിൽ തന്നെ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ അങ്ങനെ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ പൂരത്തെ സ്വീകരിക്കുകയാണ് എല്ലാവരും എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള കുറച്ച് സമയം എന്ന് പറയുന്നത് ഇങ്ങനെ തിടമ്പേറ്റിക്കൊണ്ട് ഈ ഗ്രാമവീഥികളിലൂടെ കടന്ന് തൃശ്ശൂർ നഗരത്തിൻ്റെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നെത്തുന്ന സമയം വരെയുള്ള ഒരു യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഒരു ആവേശം ജനിപ്പിക്കുന്ന യാത്രയാകും എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അത്തരത്തിൽ പല വീടുകളിലും വിളക്കൊക്കെ തെളിയിച്ച് അങ്ങനെ നെയ്തലക്കാവിലമ്മ ഇവിടെ നിന്നും എഴുന്നള്ളുന്ന ആ ഒരു സമയത്തെ അത്ര കണ്ട് ഭക്തിയോടുകൂടി തന്നെയാണ് ആളുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതുവരെ നേരത്തെ രീതിയിൽ മഴയുണ്ടായിരുന്നു. അത് അല്പസമയത്തേക്കൊന്ന് മാറി നിന്നു. ആ തിടമ്പേറ്റി കൊമ്പൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊന്നും കാര്യമായ രീതിയിൽ മഴ തുള്ളിയിടുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വീണ്ടും ചെറിയ രീതിയിലെങ്കിലും മഴച്ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ മഴയാവാതിരുന്നാൽ കാര്യങ്ങൾ ഗംഭീരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ മഴ പെയ്താൽ പോലും ആ പൂരാവേശത്തെ ഒരു തരത്തിലും അത് ഇല്ലാതെയാക്കില്ല എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. കാരണം പലപ്പോഴും കുടമാറ്റമൊക്കെ അക്ഷരാർത്ഥത്തിൽ മഴയത്ത് നടത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തൃശ്ശൂർക്കാരെ അങ്ങനെയൊന്നും ഒരു വിധത്തിലും പിന്നോട്ടടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാറമേക്കാവും തിരുവമ്പാടിയും ഒക്കെ അതിൻ്റെ ഏറ്റവും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ ആ പൂരത്തെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച എല്ലാ അർത്ഥത്തിലും ഇത്തവണ വെടിക്കെട്ട് സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണാൻ കഴിയുന്ന സാഹചര്യം, ഒപ്പം തന്നെ കുടമാറ്റത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ, അതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ചാറ്റൽ മഴയെ കൊണ്ട് ഒരു തരത്തിലും ആ പൂരത്തിൻ്റെ ശോഭ കെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് ആ പൂരാവേശത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. മറ്റ് ഇടങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ ഭരണാധികാരികളൊക്കെ എത്തുമ്പോൾ അവരൊക്കെ ഈ പൂരത്തെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഉള്ളത് അല്പം മുൻപ് നമ്മൾ കളക്ടറോടും കമ്മീഷണറോടൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടു. അവരൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണല്ലോ. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത്രയും കാലം ഉള്ളതിനപ്പുറത്തേക്ക് ഇത്തവണ ഉണ്ട്. അതിൻ്റെ ഒരു ഊർജ്ജവും പ്രസരിപ്പൊക്കെ ഇന്നലത്തെ സാമ്പിൾ വെടിക്കുന്നത് ഇങ്ങോട്ട് കാണാൻ കഴിയുന്നുണ്ട്. സഞ്ചരിച്ചാലാണ് വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തുക നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ? ഒരു 5 അല്ലെങ്കിൽ 6 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിങ്ങനെ പിറകോട്ട് നടന്ന് ഇതിൻ്റെ കൂടെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു വിധത്തിലാവുന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ കടന്നിട്ടാണ് പോകാനുള്ളത്. അതുകൊണ്ട് മഴ കുറച്ചുകൂടി കനത്തിൽ പെയ്യുകയാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ സ്പീഡ് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത്ര ദൂരത്തോളം ഈ ആളുകൾ, പ്രത്യേകിച്ച് മന്ത്രിമാരും ഇങ്ങനെ മുൻവശത്തുണ്ടാവില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി
നേരിയ ചാറ്റൽ മഴ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ കണ്ട് നമ്മളെ നനയിപ്പിക്കുന്ന മഴയല്ല, ചെറിയ രീതിയിലുള്ള മഴയുണ്ട്. നമുക്ക് പറയെടുക്കുന്ന അല്ലെങ്കിൽ ഈ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുകയറ്റി വരുന്ന കൊമ്പനെ സ്വീകരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ വീടുകളിലൊക്കെ വിളക്കൊരുക്കിയിരിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആ കാഴ്ചകളിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. കാരണം തൊട്ട് മുൻപിൽ നാദസ്വര മേളവുമൊക്കെ ആയിട്ട് വാദ്യക്കാർ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് വശത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഭക്തിയോടുകൂടി ആളുകൾ നിൽക്കുന്ന കാഴ്ച കൂടി ഞാൻ ഈ ഒരു സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അവരൊക്കെ ഇപ്പോൾ കയ്യിൽ പഴമൊക്കെ കരുതിയിട്ടുണ്ട്. അത് ശിവകുമാറിനുള്ളതായിരിക്കും. സ്വാഭാവികമായും ശിവകുമാർ ആ തിടമ്പേറ്റി വരുന്ന ഘട്ടത്തിൽ അതിനെ ഭക്തിയാദരപൂർവ്വം തന്നെ സ്വീകരിക്കുക എന്നുള്ളത് കൂടി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ വഴിനീളെ ഇങ്ങനെ റോഡരികിലുള്ള വീടുകളിലൊക്കെ തന്നെ വിളക്ക് തെളിയിച്ചും ഒക്കെ തന്നെ ആളുകൾ കാത്തിരിക്കുന്നത് ഒരു പതിവ് കാഴ്ച കൂടിയാണ്. എന്തായാലും ആ നെയ്തലക്കാവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഏറ്റവും പുറകിൽ അങ്ങനെ നെയ്തലക്കാവ് ഉയർന്നു നിൽക്കുന്നുണ്ട്. നെയ്തലക്കാവിലെ ഭഗവതി തിടമ്പ് രൂപത്തിൽ ഇപ്പോൾ ഇതാ ഈ ഒരു എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേക്ക് ഏറിയിരിക്കുന്നു. ആ നിലയ്ക്ക് അതിന്റെ സൗന്ദര്യം വീണ്ടും മാറുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ പഴമൊക്കെ കഴിച്ച് എറണാകുളം ശിവകുമാർ ഇനിയിപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ നടന്നു വരും. അതിനുള്ള കാത്തിരിപ്പാണ്. ഒരു കുട്ടികളുടെ തന്നെ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇപ്പോൾ ഇതാ നെയ്തലക്കാവിൽ നിന്നും വടക്കനാഥന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുകയാണ്. വടക്കനാഥന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തു വരും. കഴിഞ്ഞ ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുരവാതിൽ തുറക്കാനുള്ള അവകാശം നെയ്തലക്കാവമ്മയുമായി വരുന്ന നമ്മളുടെ എറണാകുളം ശിവകുമാറിനാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൂരത്തിന്റെ കാഴ്ചകൾ സമഗ്രമായും റിപ്പോർട്ടിൽ കാണാം. ഓരോ ചടങ്ങും ഓരോ ആചാരവും പ്രേക്ഷകർക്ക് മികച്ച ദൃശ്യഭംഗിയിൽ തന്നെ പ്രേക്ഷകർക്ക് ഞങ്ങൾ എത്തിക്കും. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞു. റിപ്പോർട്ടർ പൂരനഗരിയിൽ നിന്നും റിപ്പോർട്ടർ പൂരം പൊടിപൂരം പൊടിപൊളിക്കും കേട്ടു.